കോഴിക്കോട് താമരശ്ശേരിയിലെ കൊലപാതകം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് എന്നെ വിളിച്ചത് യു കെ മലയാളി സുഹൃത്ത് ഷഹബാസാണ്. 10ാം ക്ലാസ്സുകാരനായ ഷഹബാസാണ് കൊല്ലപ്പെട്ടത്. ഈ കേസിൽ ഇതുവരെ 5 പ്രതികളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വടി കൊടുക്കണം അധ്യാപകർക്ക്. ചൂരൽ കൊണ്ട് അടിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാൻ പഠിച്ചത് പേട്ട ഗവൺമെന്റ് സ്കൂളിലാണ്. അന്നത്തെ അധ്യാപകരെ കണ്ടാൽ ഞങ്ങളൊക്കെ വിറയ്ക്കുമായിരുന്നു. അതിലൊരു കുറുപ്പ് സാർ എന്ന് പറയുന്ന ഒരു മലയാള അധ്യാപകനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുട്ടികളെ അടിക്കുന്നത് കവളത്താണ്. ഒരിക്കൽ എന്റെ കവളത്ത് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കയ്യിൽ ഞാൻ കയറി പിടിച്ചു. അത് വലിയ പ്രശ്നമായി സ്കൂളിൽ മാറി. എന്നെ ആ നിമിഷം സസ്പെൻഡ് ചെയ്തു കുറുപ്പ് സാർ. കുറുപ്പ് സാറും അന്നത്തെ ഹെഡ് മാസ്റ്ററും ചേർന്ന്. കുറുപ്പ് സാറും അന്നത്തെ ഹെഡ് മാസ്റ്ററും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ അപ്പോ എന്നെ സസ്പെൻഡ് ചെയ്തു. ആ നിമിഷം എനിക്കെതിരെ വിധി എഴുതി. ഞാൻ റബലായി മാറുകയും ചെയ്തു. എന്റെ അച്ഛൻ വന്ന് ഒപ്പിട്ട ശേഷമാണ് അന്ന് സ്കൂളിൽ എന്നെ പ്രവേശിപ്പിച്ചത്. വേറൊരു അധ്യാപകനുണ്ടായിരുന്നു. അയാൾ ഈ വയറുണ്ടല്ലോ, ഇതുപോലെയുള്ള ഇലക്ട്രോണിക്സ് വയർ, അതുകൊണ്ടാണ് കുട്ടികളെ മർദ്ദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടെല്ലാം വെറുപ്പായിരുന്നു. ഞാൻ 10ാം ക്ലാസ് ജയിച്ചത് ഡിസ്റ്റിങ്ഷൻ നേടിയൊന്നുമല്ല. കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാണ് ഞാൻ 10ാം ക്ലാസ് ജയിച്ചത്. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകരോടെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരത്തെ പേട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്, അതിനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ അന്നത്തെ സഹപാഠികളെല്ലാം പല വഴിയിലാണ്, ദുബായിലും മറ്റ് പല വഴികളിൽ അവരെല്ലാം എത്തിച്ചേർന്നു. അപ്പോ അവർക്കെല്ലാം ആദരിക്കാൻ ഇഷ്ടം അവരുടെ കരണത്തടിച്ച കുറുപ്പ് സാറിനെ. ഞങ്ങൾ ആ വീട്ടിൽ പോയി. ഞാൻ അദ്ദേഹത്തോട് ആ സംഭവത്തിന് ശേഷം വലിയ ഒരു ബന്ധം പുലർത്തിയിരുന്നില്ല. വീട്ടിൽ പോയി പൊന്നാട ചാർത്തി ആദരിച്ചു, ഫലകം കൊടുത്തു. കുറുപ്പ് സാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോന് പണ്ട് ഞാനുമായിട്ടുള്ള പ്രശ്നം മോന് മറക്കാൻ പറ്റിയിട്ടില്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, മറന്നുപോയി സാർ, അതൊക്കെ മറന്നുപോയി, പത്രപ്രവർത്തന ജീവിതമല്ലേ. എല്ലാവരും എനിക്ക് കുറുപ്പ് സാർ എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, കുട്ടികൾ നന്നാവണമെങ്കിൽ അടിക്കണം. ഞാൻ വളരെ ക്രൂരമായി കുട്ടികളെ മർദ്ദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് മോൻ SFI നേതാവായിരുന്നപ്പോ ആ സ്കൂൾ കയറി RSസുകാർ മോനെ അടിക്കാൻ പോയി. അത്രയും ശക്തി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അധ്യാപകരെല്ലാം അന്ന് സ്കൂളിലെ കുട്ടികളെ പുറത്തുനിന്ന് ആരും അടിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ പുറത്തുനിന്ന് അടിച്ചാൽ അധ്യാപകർ തന്നെ അതിനെ ചേർക്കുമായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായിരുന്നു അന്നത്തെ കാലം. RSS ആക്രമണങ്ങളെ ഭയന്ന് SFI പ്രവർത്തനം നടത്തിയിരുന്ന കാലം. ഞാനായിരുന്നു SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. ഒരുപാട് ഭീഷണികൾ ഒക്കെ എനിക്കുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങളന്ന് SFIയുടെ വെള്ളക്കൊടി പാറിച്ചത് പേട്ട സ്കൂളിൽ. അന്നത്തെ അധ്യാപകരോട് കുട്ടികൾക്കൊക്കെ ഭയമായിരുന്നു. അന്നത്തെ കുട്ടികളെ വെളിയിൽ നിന്ന് ഒരുത്തൻ പോലും വന്നടിക്കാൻ അധ്യാപകർ സമ്മതിക്കില്ലായിരുന്നു. ഒരു ബാലചന്ദ്ര സാറിനെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ കുറുപ്പ് സാർ കരണത്തടിക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ച ഷാജിയെ അഭിനന്ദിച്ചത് ബാലചന്ദ്ര സാറാണ്. സാർ പറഞ്ഞു, നീ റബലാണ്. അന്ന് ഈ റബലെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും കുട്ടികളെ തല്ലാൻ പാടില്ല, ചൂരൽ കൊണ്ട് അടിക്കാം എന്നൊക്കെയാണ് ബാലചന്ദ്ര സാർ.
അന്നത്തെ ഒരു ഡ്രോയിങ് മാസ്റ്റർ കുട്ടികളെ വിളിക്കുന്നത് പച്ചത്തറിയായിരുന്നു. ഡാഷ് മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അയാൾ കുട്ടികളെ അടിക്കുന്നത് ഭീകരമായിരുന്നു. അടികൊണ്ട് കുട്ടികൾ നിലവിളിക്കും. പക്ഷേ അധ്യാപകർ പറയുന്നതിനപ്പുറം കുട്ടികൾ പോകില്ലായിരുന്നു. ഏറ്റവും സംഘർഷം നിറഞ്ഞ CPM RSS സംഘർഷം നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പക്ഷെ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിനകത്ത് RSSകാർ കടക്കില്ല, ഒരു ഗുണ്ടകളും കടക്കില്ല. എങ്കിൽ അധ്യാപകരെ കൊല്ലണം. അതായിരുന്നു അന്നത്തെ അധ്യാപകർ. ഇന്നത്തെ അധ്യാപകർ അതൊന്നുമല്ല. ഇന്നത്തെ അധ്യാപകർക്ക് കുട്ടികളെ തല്ലാൻ ഭയമാണ്. അതാണ് ഇന്നത്തെ അധ്യാപകരുടെ പ്രധാന പ്രശ്നം. അതാണ് ഇന്നത്തെ അധ്യാപകർ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധി. ഇപ്പോ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നൊരു നിയമവും ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. ആ നിയമം എടുത്ത് കളയണം. ആ നിയമം എടുത്തു കഴിഞ്ഞാൽ ഷഹബാസിനെ പോലെയുള്ള രക്തസാക്ഷികൾ ഉണ്ടാകില്ല. ഷഹബാസിനെ പോലെയുള്ള കുരുന്നുകൾ ഉണ്ടാകില്ല. നെഞ്ചക്ക് സൈക്കിൾ ചെയിൻ, അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ സൈക്കിൾ ചെയിനായിരുന്നു ഞങ്ങളുടെ ആയുധം. നെഞ്ചക്കൊക്കെ പ്രചാരമാർജിച്ച് വരുന്നതേ ഉള്ളൂ. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു എതിരാളികളെ ആക്രമിക്കുന്നത്. പിന്നെ ഇങ്ങനെ സ്വിച്ചിട്ടാൽ നിവരുന്ന കത്തി, പിന്നെ ഹോക്കി സ്റ്റിക്ക്, അതൊക്കെ മാറി ഇപ്പോൾ നെഞ്ചക്കും അതീവ മൂർച്ചയുള്ള കൊടുവാളുകളും ഒക്കെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഓർക്കിഡ് കേരളയ്ക്ക് പറയാനുള്ളത്, അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. പണ്ടത്തെ പോലെ തെറ്റ് കാണിക്കുന്നവന്റെ കരണത്തടിക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഷഹബാസിനെ പോലെയുള്ള കുരുന്നുകൾ പൊലിഞ്ഞു വീഴും. ട്യൂഷൻ സെന്ററുകൾ, അതും കൂടെ ഞാൻ പറയും. ഇപ്പൊ ഈ ട്യൂഷൻ സെന്ററിൽ നടന്ന ഒരു പ്രശ്നമാണ് ഇവന്റെ കൊലപാതകത്തിലേക്ക് പോയത്. പണ്ടത്തെ ട്യൂഷൻ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകർ അടിക്കുന്ന അടിയുണ്ട്. കൈ പിടിച്ച് തിരിച്ചു വെച്ച് അടിക്കും. പലപ്പോഴും അടി കൊള്ളുമ്പോൾ പ്രതികരിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അന്ന്. ഈ ട്യൂഷൻ സെന്റർ അധ്യാപകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അധ്യാപകരോളം തന്നെ മാന്യതയുള്ള അധ്യാപകരായിരുന്നു. പണ്ട് ട്യൂഷൻ സെന്റർ ഒരു അനിവാര്യതയും ആയിരുന്നു. കാരണം ഈ ഗവൺമെന്റ് സ്കൂളിൽ അന്നത്തെ അധ്യാപകർ പഠിപ്പിക്കുന്നതൊന്നും കൃത്യമാകില്ല. അപ്പം നമ്മൾ ട്യൂഷൻ സെന്ററിൽ പോകും. 7 മണിക്കാണ് അന്ന് ട്യൂഷൻ സെന്ററിന്റെ ക്ലാസ് തുടങ്ങുക. അമ്മ ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് എന്നെ വിടും കുളിക്കാൻ. ആ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കാപ്പി നെയ്യൊഴിച്ചുള്ള ഒരു സംഭവം. അത് അമ്മ പഠിച്ച പാഠമാണ്. അങ്ങനെ നെയ്യൊഴിച്ചു കഴിഞ്ഞാൽ നല്ല പവർ കിട്ടുമെന്നുള്ളതാണ്. ആൺകുട്ടികളാകുമ്പോൾ പവർ വേണം എന്നുള്ളതാണ് അമ്മയുടെ ഒരു അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ട്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ട്യൂഷൻ സെന്റർ മാഷ്മാർ അടിക്കും, ഭീകരമായി തന്നെ അടിക്കും. അവരെയൊക്കെ ഞങ്ങളന്ന് ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇവിടെ നടന്നത്, ഈ ട്യൂഷൻ സെന്റർ നടത്തുന്ന വ്യക്തി കാലം മാറുന്നതനുസരിച്ച് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനുള്ള തിരക്കിൽ എല്ലാവരെയും അങ്ങ് ക്യാൻവാസ് ചെയ്തു. അങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മേൽ നിയന്ത്രണമില്ലാതായി മാറി. ട്യൂഷൻ സെന്റർ അധ്യാപകന് കുട്ടികളെ മർദ്ദിക്കാൻ അനുവാദമില്ലാതായി മാറി. കാലം മാറി. ഇനി ഈ കുട്ടികളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. ട്യൂഷൻ സെന്ററിലെ അധ്യാപകർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലെങ്കിൽ ഷഹബാസിനെ പോലെയുള്ള പാവം കുരുന്നുകളുടെ ജീവൻ പോകും. ഞാൻ പഠിച്ച കാലത്തും ഉണ്ടായിരുന്നു മാരകായുധങ്ങളുമായി സ്കൂളിൽ എത്തുന്ന, ട്യൂഷൻ സെന്ററിൽ എത്തുന്ന വിദ്യാർത്ഥികൾ. ഞാനും അത്യാവശ്യം മാരകായുധമൊക്കെ അന്ന് കയ്യിൽ വെച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതെന്റെ ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ്. ഞാനും അത്യാവശ്യം ട്യൂഷൻ സെന്ററിലും സ്കൂളിലുമൊക്കെ കളിപ്പ് കടക്കുമ്പോൾ വെളിയിൽ നിന്ന് ആളിനെ വിളിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതിന്റെ രാഷ്ട്രീയത്തിൽ അന്ന് SFIക്ക്
അവിടെയൊക്കെ നിലനിൽക്കണമെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ സംഘപരിവാർ വൃത്തങ്ങൾ കയറി നമ്മളെ ആക്രമിക്കും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് അന്നത്തെ പാർട്ടിക്ക് ഇല്ലായിരുന്നു എന്നും ഓർക്കണം. 90കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയം അല്ല. ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് വിദ്യാർത്ഥികൾ തിരിഞ്ഞിരിക്കുന്നു. ലഹരി കച്ചവടം, മറ്റ് പല ബിസിനസ്സുകൾ, അതിനൊക്കെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവിനോട്, ശിവൻകുട്ടി അണ്ണനോട് പറയാനുള്ളത്, ഓർഡർ ഇടണം, അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇല്ലെങ്കിൽ ഷഹബാസുമാർ ഇനിയും ഉണ്ടാകും.